ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ സുപ്രീം കോടതി തുടർച്ചയായി മോദി സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് വിവിധ സുപ്രധാന കേസുകളിൽ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടമാണ്. ഇത് ഏതൊക്കെ തരത്തിലാണ് പ്രബീറിൻ്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ, ജാമ്യം അനുവദിക്കൽ, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടിയാണ് മോദി സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്? യഥാർത്ഥത്തില് കേജ്രിവാളിന് ജാമ്യം കൊടുത്ത ഒരു വിധി പ്രസ്താവനത്തിന്റെ അനുബന്ധമായിട്ട് വേണം ഇതിനെ കാണാൻ. എന്താ കാരണം വെച്ചാൽ, ഒരു ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് സുപ്രീം കോടതി കേജ്രിവാളിന്റെ വിധിന്യായത്തിൽ അടിവരയിട്ടത്. ജനാധിപത്യം പുലരണമെങ്കിൽ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം രാജ്യത്ത് സാധ്യമാകണമെന്നുള്ളതിന്റെ പരോക്ഷമായിട്ടൊരു പ്രഖ്യാപനമാണെന്ന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പക്ഷെ അതിന്റെ സബ്സ്റ്റൻസ്, അന്തസത്ത അതാണ്. എനിക്ക് പ്രബീറിനെ നന്നായിട്ട് അറിയാം. എത്രയോ കാലമായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. യഥാർത്ഥത്തില് അടിയന്തരാവസ്ഥ കാലത്ത് ആള് തെറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ട് 1.5 വർഷം ജയിലിൽ കിടന്നാലാണ് പ്രബീർ പുക്കാസ്ത. അന്ന് അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. അന്ന് JNUയുടെ ചെയർമാൻ ത്രിപാഠി അന്വേഷിച്ചു വന്ന പോലീസ് തെറ്റായിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അത് ത്രിപാഠിയല്ല, ഇത് പ്രബീർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അത് പ്രബീറിനെ അവിടെ സൂക്ഷിച്ചു. അപ്പം തീർത്തും എന്താ പറയാ, ക്രമം വിട്ട രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രബീർ രണ്ടാമതും ക്രമം വിട്ട രീതിയിൽ എല്ലാ ചട്ടങ്ങളും മറികടന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായം 42 പേജ് വരുന്ന വിധിന്യായം ഞാൻ സഗൂതം വായിച്ചു, മനസ്സിലാക്കി. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. തലസ്ഥാന നഗരിയിലെ ഡൽഹി പോലീസ്, ആ പോലീസ് പോലും പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാൻ തയ്യാറല്ല. അതായത് ഇവർ വളരെ ഒരു കള്ളക്കളി. നേരത്തെ അവർ ഫയൽ ചെയ്തൊരു FIR യഥാർത്ഥത്തില് അത് അനുസരിച്ചുള്ള നടപടിക്രമം മുമ്പോട്ട് പോയപ്പോൾ ഡൽഹി ഹൈക്കോടതി പ്രബീറിനൊരു റിലീഫ് കൊടുക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? വേറൊരു FIR കൂടെ ഫയൽ ചെയ്തു. അങ്ങനെ ഫയൽ ചെയ്യാനേ പാടില്ല. എന്നിട്ട് ആ FIRന്റെ വിവരങ്ങൾ ഒരു പ്രബീറിനോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ നൽകുന്നില്ല. റിമാൻഡിന്റെ കോപ്പി നൽകുന്നില്ല. പുലർച്ചെ 6 മണിക്ക് റിമാൻഡ് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വലിയൊരു കള്ളക്കളി. അതായത് പ്രബീറിനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ വേണ്ടി ഭരണകൂടം ചെയ്ത ഒരു ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഈ 42 പേജ് വരുന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ. ഇനി ഞാൻ ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. ഞാൻ വളരെ ഹ്രസ്വമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. പ്രബീർ എന്താണ് തെറ്റ് ചെയ്തത്? ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. നരേന്ദ്രമോദിയുടെ നേർക്ക് വിരൽ ചൂണ്ടി എന്നുള്ളതാണ്. ഗോദി മീഡിയയുടെ കാലത്ത് തലസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ലാപ്ടോപ്പ് മീഡിയയായിട്ട് മടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രബീർ തയ്യാറായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് പ്രബീറിനെ അറസ്റ്റ് ചെയ്ത് ബീഹാറിൽ അടച്ചത്. യഥാർത്ഥത്തില് ഡൽഹി റൈറ്റ്സ്, യഥാർത്ഥത്തിൽ ഈ ഡൽഹി പോലീസ് ഫയൽ ചെയ്ത ചാർജ് ഷീറ്റ് ഒന്ന് വായിച്ചു നോക്കണം. അത് യഥാർത്ഥത്തില് ഏതെങ്കിലും ഒരു ബുക്ക് പബ്ലിഷിംഗ് ഫേം എടുത്തിട്ട് അതൊരു നോവലായിട്ട് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളടക്കമുള്ളതാണ്. ഞാനത് വളരെയധികം ശ്രദ്ധിച്ച് വായിച്ച ഒരാളാണ്. എന്താ കാരണം എന്ന് വെച്ചാല്, ഈ പറയുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. അതായത് ചൈനീസ് മൂലധനം അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വന്ന നിക്ഷേപം, അതിനെക്കുറിച്ചൊന്നും അല്ല ആ ഡൽഹി പോലീസ് ഫയൽ ചെയ്ത ചാർജ് ഷീറ്റിൽ പറയുന്നത്. ഒന്ന്, അതായത് കർഷക സമരം ചെയ്ത് പ്രക്ഷോഭം ഡൽഹിയിൽ നടന്നപ്പോൾ അവർ നടത്തിയ റിപ്പോർട്ടിങ്. 2, പൗരത്വ ഭേദഗതി സംബന്ധിച്ചുള്ള നിലപാടുകൾ. 3, ഡൽഹി റൈറ്റ്സ്, അത് പൗരത്വ ഭേദഗതിയുടെ ഒരു അനുബന്ധമാണ്. ആ സമയത്ത് ഇവർ സ്വീകരിച്ച നിലപാടുകൾ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ ചാലോക്കോ ഗോളി മാർദോ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നേരെ നിറയൊഴിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത ഒരു ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടതിന് പകരം അത് തുറന്നു കാണിച്ച പ്രബീറിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് ചെയ്തത്. അതായത് ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അത് ദേശദ്രോഹമാണെന്ന് സ്ഥാപിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം പ്രബീറിന്റെ ഈ പറഞ്ഞ അറസ്റ്റിനെ കാണാൻ വേണ്ടി. ഞാൻ പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ചൈനീസ് കമ്പനിയുടെ ചൈന എന്നുള്ളൊരു സാധനമാണ്. ചൈന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്
ഒരു ദേശവിരുദ്ധതയുടെ ഒരു ഭാവം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബൈലാറ്ററൽ റിലേഷൻ ഉള്ളൊരു പാർട്ടിയാണ് BJP. അതായത് BJPയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനം നടത്തുന്നുണ്ട്. BJPയുടെ പ്രതിനിധി സംഘം ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഇനി രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ നയപ്രകാരം സ്വീകരിച്ച മൂലധനമാണിത്, നിക്ഷേപമാണിത്, FTA ആണിത്. RBI തലയും കുത്തി നിന്ന് നോക്കി, അതായത് എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമലായിട്ട് ഔപചാരികമായിട്ടുള്ള ബാങ്കിങ് ചാനലിലൂടെ ലഭിച്ച പണമാണ്. യഥാർത്ഥത്തില് ഇതിന്റെ ഒരു ഉറവിടത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും. എനിക്ക് ഇവരെയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇനി ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. പക്ഷെ എന്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു ചൈന എന്നുള്ള ഒരു എന്താ പറയാ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ഒരു ഭയപ്പാടിന്റെ ഒരു അല സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആരെയും ജയിലിൽ അടയ്ക്കാമെന്നുള്ള ഒരു പ്രത്യേക ഒരു രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഡൽഹി പോലീസ് റെയ്ഡ് നടത്തേണ്ടത് പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിലാണ്. എത്രയോ ചൈനീസ് കമ്പനികളിൽ നിന്ന് പണം സ്വീകരിച്ച ഒരു സ്ഥാപനമാണ് PM കെയർ എന്ന് പറയുന്നത്. ആ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചോ അതിന്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചോ പാർലമെന്റിൽ പോലും മറുപടി പറയാൻ തങ്ങൾ ബാധ്യസ്ഥരല്ല, അതൊരു സ്വകാര്യ ഫണ്ടാണെന്ന് പറയുന്നവരാണ് കേന്ദ്ര സർക്കാർ. ചിന്തിച്ചു നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള PM കെയർ അത് സ്വകാര്യ ഫണ്ടാണ്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകേണ്ടതില്ലെന്ന് പറയാനുള്ള ഒരു ധാർഷ്ട്യം പോലും കാണിക്കുന്നവരാണത് ഇവർ. രണ്ട്, ചൈന പക്ഷക്കാരാണത് ആരാണ് യഥാർത്ഥത്തില് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് യഥാർത്ഥത്തിൽ അമേരിക്കയെ പോലും റീപ്ലേസ് ചെയ്ത് ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി. ആരുടെ കാലഘട്ടത്തിൽ? നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ട്രേഡ് ഡെഫിസിറ്റ് എടുക്കുക, അതായത് വ്യാപാര കമ്മി എടുക്കുക. അവിടെയും 10 മടങ്ങായില്ലേ ഈ ചൈനയുമായിട്ടുള്ള വ്യാപാര കമ്മിയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൈനയെ പിന്തുണച്ച ഇന്ത്യയിലെ ഒരു സർക്കാർ എന്നുള്ള ടാഗുള്ള ഈ കേന്ദ്ര സർക്കാർ ചൈന എന്നുള്ള ഒരു ഉമ്മാക്കി കാണിച്ച് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ കടക്കിലാണ് കത്തിവെച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു നിമിഷമാണിത്, മുഹൂർത്തമാണിത്. പക്ഷേ പ്രബീറിനെ മോചിപ്പിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെ മോഡിയുടെ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഗോദി മീഡിയയ്ക്ക് ഒരു പുനർചിന്തനത്തിനുള്ള വഴി ഒരുക്കേണ്ട ഒരു ഘട്ടമാണിത്. അവർ യഥാർത്ഥത്തിൽ ആത്മപരിശോധന നടത്തണം. ഭരണാധികാരിക്ക് വേണ്ടി ഇങ്ങനെ കീഴ്പ്പെട്ട് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം യഥാർത്ഥത്തിൽ അവർ അഡ്രസ് ചെയ്യേണ്ട ഒരു മുഹൂർത്തമായിട്ടാണ് ഞാനതിനെ കാണുന്നത്.